ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. അടുക്കളയിൽ അനുഗ്രഹവുമായി സുനിൽ ഗവാസ്കർ. ഷിർദീശ്വരന്റെ പരമഭക്തയാണ് മീനാൽ മനോഹർ ഗവാസ്കർ. സുനിൽ ഗവാസ്കറിന്റെ അമ്മ. മകൻ ക്രിക്കറ്റ് ജീവിതത്തിൽ ഉയർന്നു വരണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹം. ഷിർദീശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇക്കാര്യം എപ്പോഴും ആ അമ്മ പറയും. കോളേജ് തലത്തിൽ തന്നെ നല്ല ബാറ്റ്സ്മാൻ എന്ന ഖ്യാതി സുനിൽ നേടിയിരുന്നു. പക്ഷേ വേണ്ടത്ര തിളങ്ങാൻ സാധിച്ചിട്ടില്ല. കഴിവുണ്ട്, പക്ഷേ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. കഴിവിന്റെ കൂടെ ഈശ്വരകൃപ കൂടി സന്നിവേശിക്കുമ്പോഴേ എന്തും ഉദാത്തമാകൂ എന്ന് ആ അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് പുത്രനിൽ ഭഗവത് കൃപ വർഷിക്കാനായി അമ്മയുടെ മനസ്സ് സദാ പ്രാർത്ഥനാ നിർഭരമായത്. മീനാൽ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിലും മനസ്സിൽ ഷിർദീശ്വര ചിന്തയായിരുന്നു. ഗവാസ്കർ ഈ സമയം സ്റ്റേഡിയത്തിലേക്ക് പോകുകയായിരുന്നു. അമ്മയുടെ മനസ്സ് മകന്റെ ഉയർച്ചയ്ക്കുള്ള പ്രാർത്ഥനയിലും. പെട്ടെന്ന് മീനാൽ ഒരു ചുവപ്പ് നിറം വൃത്തിക്ക് സമീപം തെളിഞ്ഞ പോലെ കണ്ടു. അവർ ഉറ്റുനോക്കി. ചുമരിനരികിൽ ഒരു ദിവ്യരൂപം ചുവന്ന അങ്കി ധരിച്ചിരിക്കുന്നു. തലയിൽ കിരീടം പോലെ മുടി. അവർക്ക് പരിഭ്രമം തോന്നി. താൻ സ്വപ്നം കാണുകയല്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അത് ഒരു ദിവ്യ സ്വരൂപമാണെന്ന് അവരുടെ മനം മന്ത്രിച്ചു കൊണ്ടിരുന്നു. മീനാൽ സത്യസായി ബാബയുടെ ചിത്രം പോലും അതുവരെ കണ്ടിട്ടില്ല. വശ്യമായ പുഞ്ചിരിയോടെ ആ രൂപം മധുരമായി പറഞ്ഞു, സന്തോഷമായിരിക്കൂ, അവൻ സെഞ്ചുറി നേടും. താമസിയാതെ നിനക്ക് അത് അറിയാനാകും. ഇത്രയും പറഞ്ഞ ശേഷം ആ രൂപം മെല്ലെ മങ്ങി മറഞ്ഞു. മീനാലിന് ആകെ വിസ്മയം. കളിക്കാൻ തിരഞ്ഞെടുക്കപ്പെടാത്ത തന്റെ മകൻ എങ്ങനെ സെഞ്ചുറി നേടും? പക്ഷേ ആ അമ്മ സന്തുഷ്ടയായിരുന്നു. എന്തായാലും ആ ദിവ്യൻ അനുഗ്രഹവചസ്സുകളാണല്ലോ ചൊരിഞ്ഞത്. താൻ കണ്ട ആ രൂപം ഏതാണെന്നും ആരെന്നും അറിയാൻ അവർ ശ്രമിച്ചു. ഒരെത്തും പിടിയും കിട്ടിയില്ല. ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ കാര്യം അപ്പോൾ മീനാലിന് ഓർമ്മ വന്നു. ഉടൻ തന്നെ വീടും പൂട്ടി അവർ തിടുക്കത്തിൽ ആ കടയിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് കടക്കാരനോട് താൻ കണ്ട രൂപത്തെ കഴിയും വിധം വിവരിച്ചു. അത്തരം രൂപമുള്ള പടമുണ്ടോ എന്ന് തിരക്കി. കടക്കാരൻ ഉറപ്പിച്ചു പറഞ്ഞു, അത്തരം ഒരു പടം എന്റെ കൈവശമില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു രൂപത്തെ കുറിച്ച് തന്നെ കേൾക്കുന്നത് ഇത് ആദ്യം. ആ അമ്മയ്ക്ക് ആകെ വിഷമം. അവർ പുറത്തിറങ്ങി. ചിത്രങ്ങൾ വിൽക്കുന്ന മറ്റൊരു കടയിൽ കയറി. അവിടെയും ഏറെ തിരഞ്ഞു. അവർക്ക് ഉദ്ദേശിച്ച ചിത്രം കിട്ടിയില്ല. അവർ വീട്ടിലേക്ക് മടങ്ങവേ ആദ്യം കയറിയ കടയിൽ വീണ്ടും കയറി. കടക്കാരനോട് ചിത്രശേഖരത്തിന്റെ കൂട്ടത്തിൽ താൻ പറഞ്ഞ പടമുണ്ടോ എന്ന് തിരക്കാൻ വീണ്ടും അപേക്ഷിച്ചു. ഞാൻ വാങ്ങി വെക്കാത്ത പടം എന്റെ കടയിൽ എങ്ങനെയുണ്ടാകും അമ്മ? കടക്കാരൻ നീരസത്തോടെ ചോദിച്ചു. എന്തുകൊണ്ടോ അവരുടെ വിവശമായ മുഖം കണ്ട് അദ്ദേഹം വീണ്ടും ചിത്രങ്ങൾ ഒന്നൊന്നായി മാറ്റിവെച്ച് തിരയാൻ തുടങ്ങി. പാഴ്പണിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പല അവതാര പുരുഷന്മാരുടെയും മഹത്തുക്കളുടെയും ചിത്രങ്ങൾ കടക്കാരൻ മാറ്റിക്കൊണ്ടിരുന്നു. അടുത്ത പടം കണ്ടപ്പോൾ മീനാലിന്റെ ഹൃദയം തുടികൊട്ടി. അവർ ഉറക്കെ പറഞ്ഞു, അതാണ് ഞാൻ തിരക്കിയ പടം. താൻ അടുക്കളയിൽ വെച്ച് കണ്ട അതേ രൂപം. ചിത്രത്തിന്റെ അടിയിൽ എഴുതിയിരുന്ന പേര് അവർ വായിച്ചു, ഭഗവാൻ ശ്രീ സത്യസായി ബാബ. കടക്കാരന് അന്തം വിട്ടുപോയി. അയാൾ ആദ്യമായാണ് അത്തരം ഒരു പടം കാണുന്നത്. മീനാൽ ആ പടം തൊട്ടു തൊഴുതു. അമ്പരപ്പോടെ കടക്കാരൻ പടമെടുത്ത് പൊതിഞ്ഞു കൊടുത്തു. വില തിരക്കിയപ്പോൾ അയാൾ സ്വപ്നാടകനെ പോലെ പറഞ്ഞു, ഞാൻ വില കൊടുത്തു വാങ്ങാത്ത ചിത്രത്തിന് എനിക്ക് പണം വേണ്ട. അമ്മ ഇത് കൊണ്ടുപോയിക്കൊള്ളൂ. ചിത്രവുമായി അവർ അത്യാഹ്ലാദത്തോടെ വീട്ടിലെത്തി. ഭഗവാൻ ദർശനം കൊടുത്ത ദിക്കിൽ തന്നെ ചിത്രം ഉറപ്പിച്ചു. ആ നിമിഷം ടെലിഫോണിൽ മണി മുഴങ്ങി. മീനാൽ തിടുക്കത്തിൽ റിസീവർ എടുത്തു. മകൻ സുനിലിന്റെ ശബ്ദം. അമ്മേ, വേഗം എന്റെ ലെഗ് ഗാർഡുകൾ എത്തിക്കൂ. അജിത് വടേക്കർക്ക് കളിക്കാൻ പറ്റുന്നില്ല. അധികാരികൾ എന്നോട് കളിക്കാൻ പറഞ്ഞിരിക്കുന്നു. മീനാലിന് എല്ലാം വ്യക്തമായി. ഭഗവാൻ തന്റെ ലീല ആരംഭിച്ചിരിക്കുന്നു. മീനാൽ സാധനങ്ങളുമായി സ്റ്റേഡിയത്തിലേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, സുനിൽ ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അജിത് വടേക്കറുടെ ലെഗ് ഗാർഡ് മകൻ കെട്ടിയിരിക്കുന്നു. ഭഗവാൻ ബാബയുടെ പ്രവചനം സത്യമായി. സുനിൽ ഗാവസ്കർ സെഞ്ചുറി നേടി. അന്ന് വൈകുന്നേരം മറ്റൊരു വാർത്ത മീനാലിന് കിട്ടി. ഷിർദി ബാബയുടെ പുനരവതാരമാണ് സത്യസായി ബാബ. തന്റെ ഇഷ്ടദേവത മറ്റൊരു രൂപത്തിൽ ആവിർഭവിച്ചതും ആ ദേവന്റെ അനുഗ്രഹം അപ്രതീക്ഷിതമായി കിട്ടിയതുമോർത്ത് അവർ തരളിതയായി. അമ്മയിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞതോടെ സുനിലിന്റെ ഹൃദയത്തിലും ഭഗവാൻ കുടിയേറി പാർത്തു. തന്റെ ഹൃദയനിവാസിയായി സായിദേവൻ എപ്പോഴും ഉണ്ടെന്ന് ഉറച്ചതോടെ സുനിലിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. എല്ലാ മേഖലകളിലും ഉയർച്ചകൾ ഉണ്ടായി തുടങ്ങി. ക്രിക്കറ്റ് ജീവിതത്തിൽ മറക്കാനാകാത്ത നാഴികക്കല്ലുകൾ അദ്ദേഹം പിന്നിട്ടു.
ഭാരതം ആദരിച്ചു. തന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ അദ്ദേഹം തൊഴുകയോടെ പറഞ്ഞു, എന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഭഗവാൻ ബാബയുടെ കൃപ മാത്രം. സ്വാമി കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു റൺ പോലും സ്കോർ ചെയ്യാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. എന്റെ പോക്കറ്റിൽ ബാബയുടെ ചിത്രം എപ്പോഴും ഉണ്ട്. ഉണർന്നാൽ ആദ്യം ബാബയെ പ്രണമിക്കും. ഉറക്കവും ഭഗവാൻ ബാബയോടുള്ള പ്രണാമത്തോടെ. ജീവിതത്തിൽ ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനായി ഭഗവാൻ തന്നെ ഒരുക്കിയ ലീലകളായിരുന്നു. നിരവധി അനുഭവങ്ങളിലൂടെ തന്റെ സർവവ്യാപിത്വം, സർവേശ്വരത്വം ഭഗവാൻ ബാബ കാരുണ്യപൂർവ്വം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് ബക്രീദാണ്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എൻ്റെ കുട്ടികളോട് സംസാരിക്കൂ. സുനിൽ പരിഭ്രമിച്ചു. സ്വാമിയോട് പറഞ്ഞു, സ്വാമി, എനിക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല, ഞാൻ എന്തു ചെയ്യും? ഭഗവാൻ പുഞ്ചിരിയോടെ അരുളി, മൈക്കിനടുത്തേക്ക് ചെല്ലൂ, സംസാരിക്കാൻ തുടങ്ങൂ, ബാക്കിയെല്ലാം ഗംഭീരമാകും. അദ്ദേഹം മൈക്രോഫോണിന് മുന്നിലെത്തി സംസാരിക്കാൻ തുടങ്ങി. ഇസ്ലാം ദർശനവും ബക്രീദ് ആഘോഷവും സംസാരത്തിൽ വന്നു. 10 മിനിറ്റിലേറെ സംസാരിച്ചു. സദസ്സ് ഗംഭീരമായി കരഘോഷം നൽകി. സുനിൽ ഭഗവാന്റെ സമീപം എത്തി. സ്വാമി കുസൃതിയോടെ പറഞ്ഞു, ഇപ്പോൾ എങ്ങനെ? നിനക്ക് നന്നായി സംസാരിക്കാനാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് പിന്നീടൊരിക്കൽ സുനിൽ വെളിപ്പെടുത്തി. അന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് അന്നും ഇന്നും അറിയില്ല. ഭഗവാൻ കൽപ്പിച്ചു, ഞാൻ മൈക്കിന് മുന്നിലെത്തി, അവിടുന്ന് എന്നിലൂടെ സംസാരിച്ചു, അത്ര തന്നെ. നാം എല്ലാം ഈശ്വരന്റെ ഉപകരണം മാത്രമെന്ന് എനിക്ക് ഉറപ്പായി. 1984 അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഏകദിനം ഇന്ത്യയെ നയിച്ചത് ഗവാസ്കർ. ഓസ്ട്രേലിയക്ക് പോകും മുമ്പ് അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. താൻ ചാമ്പ്യൻ കപ്പ് പൊക്കിപ്പിടിച്ചിരിക്കുന്നു. തന്റെ പിറകിൽ ഓറഞ്ച് നിറമുള്ള അങ്കിയുടെ ശോഭ. അപ്രാവശ്യം ലോകകപ്പ് ഇന്ത്യ നേടി. ഒരിക്കൽ ഒരു വിദേശ TV അവതാരകൻ സുനിൽ ഗവാസ്കറുടെ വിരലുകൾ ക്ലോസപ്പിൽ കാണിക്കവേ അദ്ദേഹത്തിന്റെ വിരലിൽ ഉണ്ടായിരുന്ന വജ്രമോതിരം ലോകം മുഴുവൻ കണ്ടു. ക്രിക്കറ്റ് വിവരണം നൽകുന്ന ടോണി ഡാ കോഡിയറും അത് കണ്ടു. അദ്ദേഹം ഉടൻ സമീപം ഉണ്ടായിരുന്ന ഗവാസ്കറോട് ചോദിച്ചു, ആ മോതിരത്തിന് എത്ര വിലയായി? ഗവാസ്കർ പറഞ്ഞു, അതിന്റെ മൂല്യം നിർണയിക്കാനേ സാധ്യമല്ല. അത് ഭഗവാൻ ബാബ എനിക്ക് കൃപാപൂർവം സൃഷ്ടിച്ചു സമ്മാനിച്ചതാണ്. ക്രിക്കറ്റും ആധ്യാത്മികതയും. ക്രിക്കറ്റ് കളിയുടെ ആധ്യാത്മിക വശം സ്വാമി ഒരിക്കൽ വിവരിച്ചതിങ്ങനെ. ഭഗവാൻ പറഞ്ഞു, ക്രിക്കറ്റ് മനഃശാസ്ത്രപരമായ ഒരു കളിയാണ്, അതേസമയം അഗാധമാംവിധം ആധ്യാത്മികവുമാണത്. മനസ്സ് പ്രവർത്തിക്കുന്ന അത്ര ശരീരം ഇതിൽ ഉപയോഗപ്പെടുന്നില്ല. സ്വാമി ചോദിച്ചു, ഞാൻ പറയുന്നത് ശരിയല്ലേ? അത്ഭുതാധീനരായ വിദ്യാർത്ഥികൾ നിശബ്ദത പാലിച്ചു. പുഞ്ചിരി തൂക്കി ഭഗവാൻ തുടർന്നു, ക്രിക്കറ്റ് ഒരുതരം തന്ത്രത്തിന്റെ കളിയാണ്. അതിൽ ഒരു ടീം മനഃശാസ്ത്രപരമായ സമ്മർദ്ദം മറ്റേ ടീമിൽ ചെലുത്താൻ ശ്രമിക്കുന്നു. ആത്മധൈര്യം ആർക്കുണ്ടോ അവർ ക്രിക്കറ്റിൽ വിജയിക്കും. ക്രിക്കറ്റ് ജനകീയമാണ്, കാരണം ഇത് മനസ്സിനു വേണ്ടിയുള്ള കളിയാണ്. ശരീരത്തിനു വേണ്ടി എന്നതിനേക്കാളേറെ ക്രിക്കറ്റ് തീരുമാനങ്ങളുടെ ഒരു കളിയാണ്. ഫീൽഡോ ബാറ്റോ ആദ്യം എന്ന തീരുമാനം. ശരിയായ ബാറ്റിംഗ് ഓർഡർ ഇല്ലെങ്കിൽ ഓരോ ബാറ്റ്സ്മാനും ശരിയായ ഫീൽഡ്, ശരിയായ സമയത്ത് ശരിയായ ബൗളറെ തിരഞ്ഞെടുക്കുക. അതിനാൽ ഇത് തീരുമാനമെടുക്കുന്നതിന്റെ കളിയാണ്. തീരുമാനങ്ങൾ എടുക്കുക എന്നത് എല്ലാവരാലും പറ്റുന്നതല്ല. തീരുമാനമെടുക്കാൻ ശരിയായ നേതാവ് വേണം. നിമിഷം തോറും മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ, മാർഗനിർദ്ദേശം നൽകാൻ ഒരാൾ വേണം. അയാളാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ ക്യാപ്റ്റനെയാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ ക്രിക്കറ്റ് നേതൃത്വ പാടവത്തിന്റെ ഒരു കളിയാണ്. പക്ഷേ നേതാവ് ടീമിനൊപ്പം പ്രവർത്തിക്കണം. ടീം സ്പിരിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ക്രിക്കറ്റ് ഒരു ടീം കളിയാണ്. കളിക്കാർ പരസ്പരം സഹായിക്കുകയും ത്യാഗം ചെയ്യുകയും വേണം. അപ്പോൾ ക്രിക്കറ്റിന് ആധ്യാത്മികതയുമായി എന്ത് ബന്ധം? സ്വാമി ചോദിച്ചു. സ്വാമി തന്നെ ഉത്തരം നൽകി, ജീവിതം ഒരു ഗെയിമാണ്, അത് നന്നായി കളിക്കൂ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ക്രിക്കറ്റ് അതിന് നല്ലൊരു ഉദാഹരണമാണ്. നിങ്ങൾ കാത്തുരക്ഷിക്കാൻ ശ്രമിക്കുന്ന 3 സ്റ്റമ്പുകളും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 3 വശങ്ങളാണ്. ഭൗതിക വശം, മനഃശാസ്ത്രപരമായ വശം, ആത്മീയ വശം. ബാറ്റ്സ്മാൻ ജീവാത്മാവാണ്. മനസ്സാകുന്ന ബാറ്റിനെ പല വഴിക്കും ഭരിക്കുന്ന ശക്തി. ഈ ബാറ്റ്, മനസ്സ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ അവന് സ്വയം രക്ഷിക്കാൻ കഴിയില്ല. അവന്റെ മനസ്സ് തന്നെ അവനെ നശിപ്പിക്കും. ഓരോ പ്രാവശ്യവും അഭിമുഖീകരിക്കുന്ന ബോളുകൾ എന്താണ്?
ഓരോ ബോളും ജീവിതമാകുന്ന കളിയിൽ നൽകപ്പെടുന്ന ഒരു അവസരമാണ്. അനുഭവം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് കാണാനുള്ള ഒരവസരം. ദ്രുതഗതിയിൽ വരുന്ന ഒരു ബോൾ പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണല്ലോ. ബാറ്റ്സ്മാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അവൻ ശാന്തമായി ആ ബോളിനെ വേണ്ടെന്ന് വെക്കുമോ, അതോ അതിനെ പ്രതിരോധിക്കാൻ പോകുമോ? അതുമല്ലെങ്കിൽ അവൻ നിരാശനായി ഒരബദ്ധം കാണിക്കുമോ? എന്തുതരം ബോളാണ് തന്റെ നേരെ ബൗൾ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബാറ്റ്സ്മാൻ ശ്രമിക്കണം. അതനുസരിച്ച് കൈകാര്യം ചെയ്യുകയും വേണം. അവന്റെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം അവന്റെ മനസ്സാണ്. അതിനാൽ നല്ല ബാറ്റ്സ്മാൻ തന്റെ മനസ്സിന്റെ മേൽ നിയന്ത്രണമുള്ളവനായിരിക്കണം. അപ്പോൾ മാത്രമേ ജീവിതമാകുന്ന ഗെയിമിൽ അവൻ വിജയിക്കുകയുള്ളൂ. ക്രിക്കറ്റ് സേവ. ഒരിക്കൽ സുനിൽ ഗാവസ്കറും ആൽവിൻ കാളിചരണും ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, എത്രയോ ഭക്തന്മാർക്ക് അവിടുത്തെ സേവിക്കാൻ അവിടുന്ന് തന്നെ അവസരം കൊടുത്തു. എന്തെങ്കിലും സേവ ചെയ്യാൻ ഞങ്ങളെയും അനുഗ്രഹിക്കൂ. ഭഗവാൻ പുഞ്ചിരിച്ചു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ തിരുനാവിൽ നിന്നും ഉതിർന്നു. നന്ന്, എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ക്രിക്കറ്റ് മാച്ച് നടത്തിക്കൂടെ? ഭഗവാൻ തമാശ പറയുകയാണോ എന്ന് വരെ അവർ ചിന്തിച്ചുപോയി. പക്ഷേ ഒടുവിൽ അവർക്ക് മനസ്സിലായി, ഭഗവാൻ കാര്യമായി പറഞ്ഞിരിക്കുന്നു. ക്രിക്കറ്റ് കളി നടത്താമെന്നും അത് ബാംഗ്ലൂരിൽ തന്നെ ആകാമെന്നും അവർ കരുതി. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാമി അരുളി, മാച്ച് പുട്ടപർത്തിയിൽ ഹിൽവ്യൂ സ്റ്റേഡിയത്തിൽ തന്നെ നടക്കട്ടെ. ഇത്തരമൊരു തീരുമാനത്തിന് പുറകിൽ ഭഗവാന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പുട്ടപർത്തിയിലെ ക്രിക്കറ്റ് പ്രേമികളായ ഗ്രാമീണർക്ക് ദൂരെ പോയി കളി കാണുക എളുപ്പമല്ല. പണം കൊടുത്തു കാണാനുള്ള സാമ്പത്തിക ശേഷിയും അവർക്കില്ല. കച്ചവട സ്വാധീനമില്ലാതെ കളിക്കാൻ വേണ്ടി മാത്രം കളി നടക്കണം. പണക്കൊഴുപ്പിന്റെ അഹങ്കാരവും പൊങ്ങച്ചവും പാടില്ല. അങ്ങനെ നല്ലൊരു സന്ദേശം ലോകത്തിന് കൊടുക്കണം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങളെ കരുവാക്കി ഭഗവാൻ ബാബ ഒരു ദിവ്യലീലയാടി. അതായിരുന്നു ഒരുമയ്ക്ക് വേണ്ടി പുട്ടപർത്തിയിൽ അരങ്ങേറിയ ഏകദിന ക്രിക്കറ്റ് കളി, യൂണിറ്റി കപ്പ്. സായി സങ്കല്പ പ്രഭാവത്താൽ ക്രിക്കറ്റ് ലോക 11-ഉം ഇന്ത്യ 11-ഉം തമ്മിൽ അന്ന് കളി നടന്നു. സുനിൽ ഗാവസ്കർ, GR വിശ്വനാഥ്, EAS പ്രസന്ന, സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, VS ലക്ഷ്മൺ, മോഹന്തി ഇങ്ങനെ വമ്പൻ താരങ്ങൾ ഭഗവത് കൃപ തേടി പർത്തിയിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ കളി നടത്താൻ തീരുമാനമായി. ദിവസം നിശ്ചയിച്ചു. ഇനി 8 മാസമേ ഉള്ളൂ. അതിനകം അന്താരാഷ്ട്ര നിലവാരമുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട് തീരണം. 1997 മാർച്ച് 17-ന് പണി തുടങ്ങി. ഗവാസ്കറുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് താരങ്ങൾ തന്നെ അതിന് മേൽനോട്ടം വഹിച്ചു. L&T പണി ഏറ്റെടുത്തു. അതോടൊപ്പം 10 പടികളുള്ള ഗാലറിയുടെ നിർമ്മാണവും ആരംഭിച്ചു. എല്ലാ ദിവസവും ഭഗവാൻ നിർമ്മാണത്തിന്റെ പുരോഗതി കാണാനെത്തി. നവംബർ 18-ന് കളിക്കളത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. കളിക്കാനുള്ള ടീമുകൾ തയ്യാറായി. പുട്ടപർത്തി ഏകദിന കളി കാണാൻ ഒരുങ്ങി. ലോകപ്രശസ്തരായ കളിക്കാർ ഈശ്വരന് വേണ്ടി കളിക്കാനായി പ്രശാന്തി നിലയത്തിലെത്തി. ആരാധകർ തടിച്ചുകൂടി. സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യൻ 11-നെ നയിച്ചു. ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, അജയ് ജഡേജ, അനിൽ കുംബ്ലെ, വെങ്കടേഷ് തുടങ്ങിയവർ ടീമിൽ ഉൾപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര 11-നെ അർജുൻ രണതുംഗെ നയിച്ചു. 1997 ഡിസംബർ 30. ആകാശം നീലിമ നിറഞ്ഞ തെളിവോടെ ഭഗവാനെ കാത്തിരുന്നു. ഹിൽവ്യൂ സ്റ്റേഡിയം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഒരു പൈസ പോലും ചെലവിടാതെ ജനലക്ഷം കളി കാണാനെത്തി. എല്ലാവർക്കും ലഘുഭക്ഷണവും പാനീയവും സൗജന്യമായി നൽകി. അതിമനോഹരമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കിയിരിക്കുന്ന കളിക്കളം കണ്ട് ക്രിക്കറ്റ് താരങ്ങൾ വിസ്മയിച്ചു. തുറന്ന സ്പോർട്സ് കാറിൽ ഭഗവാൻ ആഗതനായി. സായി സൂര്യകാന്തിയാൽ അവിടം പ്രശോഭിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി IK ഗുജ്റാൾ വിശിഷ്ട വ്യക്തിയായി ഉണ്ടായിരുന്നു. 124 രാഷ്ട്രങ്ങളിലെ പതാകകൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനരികിൽ പാറിക്കളിച്ചു. കളി തുടങ്ങാൻ ഭഗവാൻ അനുമതി നൽകി. ക്യാപ്റ്റന്മാരായ സച്ചിൻ തെണ്ടുൽക്കറും അർജുൻ രണതുംഗെയും ടോസ് ഇടാൻ സ്റ്റേഡിയത്തിന്റെ മധ്യത്തിലെത്തി. അന്താരാഷ്ട്ര 11s ടോസ് നേടി കളി തുടങ്ങി. പകയും വെറുപ്പും കൂവലുമില്ലാത്ത നിറഞ്ഞ വാശിയോടെ കളി തുടങ്ങി. അതേ ഭാവത്തോടെ കാണികൾ ആവേശത്തോടെ കളി കണ്ടു രസിച്ചു. ഒടുവിൽ 124 റൺസിൽ ഭാരതം വിജയം നേടി. അതിഗംഭീരവും ദിവ്യവുമായ സമാപന ചടങ്ങായിരുന്നു പിന്നീട് നടന്നത്. മുൻ അന്താരാഷ്ട്ര കളിക്കാർക്കും ഇന്ത്യൻ കൺട്രോൾ ബോർഡിലെ പ്രതിനിധികൾക്കും എല്ലാ കളിക്കാർക്കും ഭഗവാൻ വെള്ളിക്കപ്പുകൾ ആദ്യം സമ്മാനിച്ചു. ഒടുവിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സച്ചിൻ തെണ്ടുൽക്കർ വേദിയിലെത്തി.
ഭഗവാൻ ശ്രീ സത്യസായി യൂണിറ്റി കപ്പ് സമ്മാനിച്ചു. ശുദ്ധ സ്വർണത്തിൽ 20 കിലോഗ്രാം ശുദ്ധ സ്വർണത്തിൽ തീർത്ത അതിമനോഹരമായ കപ്പ്. മാനവരാശിയുടെ ഒരുമയ്ക്കായി കായിക ലോകത്ത് പരിവർത്തനത്തിന്റെ വിത്തുപാകി ഭഗവാൻ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം കൂടി കുറിച്ചു. ഈശ്വരൻ കൊടുത്തത് തിരിച്ചു വാങ്ങില്ല. സ്വർണ്ണ യൂണിറ്റി കപ്പ് എവർ റോളിംഗ് ട്രോഫി ആക്കണമോ വേണ്ടയോ എന്ന ചർച്ചയുണ്ടായി. വിലയേറിയ കപ്പായതുകൊണ്ട് അങ്ങനെയാകാമെന്ന് ഒരു വിഭാഗം ചിന്തിച്ചു. വിവരം ഭഗവാനെ അറിയിച്ചു. സ്വാമി അരുളി, സമ്മാനം കൊടുത്തിട്ട് തിരിച്ചു വാങ്ങണ്ട. ഈശ്വരൻ കൊടുക്കുന്നത് എന്നേക്കുമായിട്ടാണ്. നമുക്ക് റോളിംഗ് ട്രോഫി വേണ്ട. ഓം തത്സത്.